നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ആലപ്പുഴ ദേശീയപാതയുടെ അടുത്തായിട്ടാണ്. ആൽഫ ജീനിയസിലെ വിദ്യാർത്ഥികളെല്ലാവരും ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 23 വർഷം പഴക്കമുള്ള 8000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നില കെട്ടിടം ആയിരുന്ന ലൊക്കേഷനിൽ നിന്നും മാറ്റി റീലൊക്കേറ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ പണ്ട് കണ്ടു മറന്ന കാർട്ടൂണിലെ വിഷ്വൽസ് പോലെ തോന്നുമെങ്കിലും ഇത് നടന്നതാണ്. ആലപ്പുഴയിലെ കലവൂർ. നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ മുമ്പിലായിട്ട് ഒരുപാട് സ്ഥലം കാണാം. ശരിക്കും ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് ആ ബിൽഡിംഗ് വന്നിരുന്നത്. ഇവിടെ നിന്നാണ് 7 മീറ്റർ ബാക്കിലോട്ടും 4 മീറ്റർ റൈറ്റ് സൈഡിലോട്ടും മാറ്റിയിരിക്കുന്നത്. നമ്മളിപ്പോൾ DC മിൽസിൻ്റെ ഫ്രണ്ടിലാണോ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണല്ലേ. അപ്പോൾ ഈ ബിൽഡിംഗ് 7 മീറ്റർ ബാക്കിലോട്ടും 4 മീറ്റർ റൈറ്റ് സൈഡിലോട്ടും മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിവിടെ വന്ന് കണ്ടാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് ഹരിയാനയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ 500-ഓളം ജാക്കികൾ യൂസ് ചെയ്ത് 4 മാസം കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് ടൈൽ വർക്കുകളുണ്ട്. നമ്മൾ സൈഡിൽ നോക്കിയപ്പോൾ കണ്ടു ഗ്ലാസ് വർക്കുകൾ ഒരുപാടുണ്ട്. ഇതിനൊന്നും ഒരു കോട്ടവും തട്ടാണ്ടാണ് ഇവർ 4 മാസം കൊണ്ട് ഇത് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു എൻജിനീയറിംഗ് മികവ് തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന DC മിൽസിൻ്റെ സൂപ്പർവൈസേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റുന്നത് പോലെ ചെയ്യാതെ ബാക്കിലോട്ട് ഇറക്കി വെക്കാനുള്ള റീസൺ എന്താണ്? ഇത് പ്രധാനമായിട്ട് ഇത് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനം. പിന്നെ നമ്മളിതിൻ്റെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ബിൽഡിങ് നമ്മളിത് പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നതിനേക്കാളും നല്ല രീതിയിൽ അതിനേക്കാളും കുറഞ്ഞ ചിലവിൽ ഇത് നല്ല രീതിയിൽ വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ നീക്കി വെക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതിനടുത്താണ് അതിൻ്റെ മാനേജ്മെൻറ്റ് അത്തരത്തിലൊരു ഡിസിഷനിലേക്ക് പോയത്. ഇത് ഹൈവേയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേറെയുള്ള സൗകര്യങ്ങൾ തീരെ കുറഞ്ഞു, നേരെ ഹൈവേയുടെ ചേർന്ന് വന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇത് നീക്കി വെക്കുന്നത്. ഇത് ഏകദേശം ഒരു 7 മീറ്റർ പുറകിലോട്ടും 4 മീറ്റർ തെക്കോട്ടും ഇടതുവശ ഭാഗത്തേക്കുമാണ് ഇത് നീക്കി വെച്ചിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് മഹാവീർ സിംഗ് എന്ന് പറയുന്ന ആളാണ്. ഹരിയാനയിലുള്ള മഹാവീർ സിംഗ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ്. ഏകദേശം 2-2.5 മാസം 3 മാസത്തോളം കൊണ്ടാണ് ഇതിൻ്റെ പ്രവൃത്തി ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ചെയ്തപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നില്ലേ? കാരണം ബിൽഡിങ്ങിൽ ഒരുപാട് ഗ്ലാസ് വർക്കുകളുണ്ട്, ഒരുപാട് ടൈൽ വർക്കുകളുണ്ട്. അതൊന്നും പൊട്ടാതെ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അതാണ് അവർ തന്നെ നമുക്ക് അത്രയും ഫുൾ കോൺഫിഡൻസിലാണ് നമ്മളോട് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് പലവട്ടം. നമുക്കും അത് ആദ്യം തന്നെ മാനേജ്മെൻറ്റിനും അതിനൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇതിങ്ങനെ എന്തെങ്കിലും ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷെ അവരത്രയും നമ്മളെ അത് കൺവിൻസ് ചെയ്തതിന് ശേഷം നമുക്ക് അതാണ് ആ ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ മാറ്റാതെ തന്നെ നിർത്തിക്കൊണ്ട്, അഥവാ എന്തെങ്കിലും ഒരു ക്രാക്ക് വീണാൽ തന്നെ അത് അറിയാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ് ഉൾപ്പെടെ നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഇതേ ബിൽഡിംഗ് തന്നെ റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഹരിയാനയിലുള്ള തൊഴിലാളികളെ കോൺടാക്ട് ചെയ്യും. അവർ വന്ന് ഇത് 550-ഓളം ജാക്കികൾ യൂസ് ചെയ്ത് ബാക്കിലോട്ട് എടുത്തു വെച്ചത്. നമ്മുടെ ആൽഫ ജീനിയസ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇങ്ങനൊരു എൻജിനീയറിംഗ് മികവ് നടന്നത്. അതൊന്നും വന്ന് കാണാൻ സാധിച്ചതിൽ നമുക്ക് എല്ലാവരും ഹാപ്പിയാണ് അല്ലേ?